ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-5 പോർട്ടലിൽ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് തരുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്നു അവർ മാത്രം എടുക്കുക, പോസിറ്റീവായി എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ചാനലിനെ നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവർക്കും അത് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇന്നത്തെ റീഡിംഗ് 5-5 പോർട്ടലിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് തരാൻ പോണത് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. ഫ്രണ്ട്സ്, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്നു അവർ മാത്രം പോസിറ്റീവ് എടുക്കുക. ഓക്കെ, നോക്കാം 5-5 പോർട്ടലിൽ നിങ്ങൾക്ക് എന്ത് എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്, എന്ത് കവാടമാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് തുറക്കപ്പെടുന്നത് എന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലിയിൽ കുറേയൊക്കെ ഫ്രണ്ട്സ്, ഇതിൽ എന്താ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആക്ച്വലി നിങ്ങളുടെ ഫാമിലി ലൈഫിനെ കണ്ടിട്ട് കുറേ പേര് അസൂയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ കുറേയൊക്കെ തന്ത്രങ്ങളും മീൻസ് കുറേയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കുന്നുണ്ട്. അത് പിന്നിലാണ്, മീൻസ് ബാക്ക് സ്റ്റേജിലാണ് എല്ലാവരും കളിക്കുന്നത്. അത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ ആയിരിക്കാം അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരെ ആയിരിക്കും, മീൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ നിങ്ങളുടെ റിലേറ്റീവ്സിനെയോ ആരെയൊക്കെയോ അവർ മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക, മീൻസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിനെ അവർ സ്പോയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി ഇതിൽ നിന്നിട്ട് ഡിറ്റാച്ച് ആവുന്നത് മാതിരിയാണ് കാണുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ ഡിറ്റാച്ച് ആയിട്ട് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരൊക്കെയോ മീൻസ് ഇത് ചെയ്യുന്നുണ്ട്, മീൻസ് അവരുടെ കൺട്രോളിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ അത് കുറേ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ മീൻസ് അവരുടെ കൺട്രോളിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നിങ്ങളുടെ ഫാമിലിയിലെ ഏതെങ്കിലുമൊക്കെ മെമ്പേഴ്സിനെ, അത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസിനെ ആവാം, നിങ്ങളുടെ മക്കളെ ആവാം, ആരെയൊക്കെയോ മീൻസ് അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ച് മീൻസ് നെഗറ്റിവിറ്റി സൃഷ്ടിച്ചിട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിനെ സ്പോയിൽ ചെയ്യുക. അത് മാത്രമാണ് അവരുടെ ഇത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടാണ് ഇരിക്കാറുള്ളത്. നിങ്ങളുടെ ഫാമിലിയും എപ്പോഴും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടോ, ഈശ്വരൻ എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിൽ നിങ്ങളെപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. ആ സാറ്റിസ്ഫാക്ഷൻ മറ്റുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് അസൂയപ്പെടുത്തുന്ന മാതിരിയാണ് നിങ്ങളുടെ ജീവിത രീതികൾ. അപ്പോൾ നിങ്ങളെപ്പോഴും ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണപ്പെടുന്നത്. അതേമാതിരി തന്നെ നിങ്ങളെപ്പോഴും ഈശ്വരനിൽ മീൻസ് എപ്പോഴും മീൻസ് ഈശ്വരനെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പേ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ്, മീൻസ് എന്തുണ്ടോ അതിൽ സന്തോഷപ്പെടുന്നവരും അതിന് ഈശ്വരനോട് നന്ദി പറയുന്ന ആൾക്കാരുമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ എന്താവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എനർജിയാണ് അല്ലെങ്കിൽ എന്ത് പോർട്ടലാണ് അവർ ഈശ്വരൻ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി ലൈഫ് മീൻസ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന വിധത്തിലുള്ള ഒരു എനർജിയാണ് ഈശ്വരൻ നിങ്ങൾക്ക് തരണത്. മീൻസ് അത് ഈശ്വരൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് മാതിരിയാണ് ഇവിടെ കാണുന്നത്. അതേമാതിരി തന്നെ നിങ്ങളുടെ ലൈഫിനെ ആരൊക്കെ സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നു അവർ,
അവരുടെ എനർജി ഡൗൺ ആക്കിയിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. മീൻസ് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്തിട്ട്, അപ്പോൾ അത് അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു എനർജി വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മീൻസ് എപ്പോഴും അവർ ട്രൈ ചെയ്യുന്നത് ഇതാണ്. മീൻസ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാക്കണം എന്നാണ്. പക്ഷെ കുറേയൊക്കെ അവർ ഇപ്പം മാറി നിൽക്കുന്നതായിട്ട്, മീൻസ് അതൊക്കെ വിടുന്നതായിട്ട് അവർ മീൻസ് ക്ഷീണിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി കൊണ്ടുവരാനുള്ള ഐഡിയാസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരുടെ പോർട്ടൽ ഇതിൽ മീൻസ് അതൊക്കെ അവരുടെ ബാഗേജ് ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ കഴിഞ്ഞു. ഇനിയൊന്നും ഒരു ഐഡിയ അവർക്ക് കിട്ടുന്നില്ല. എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ജീവിതം സ്പോയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് മീൻസ് ഈശ്വരൻ്റെ ഒരു സപ്പോർട്ട് ഈ പോർട്ടലിൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മീൻസ് ഫാമിലി ലൈഫാണ് ഇവിടെ കൂടുതലും കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മീൻസ് ഫ്രണ്ട്ഷിപ്പിലായാലും ശരി, അതേമാതിരി തന്നെ നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പിലായാലും ശരി, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പാണോ, ആ റിലേഷൻഷിപ്പിലൊക്കെ അവർ നിങ്ങളെ ഇതാക്കുന്നുണ്ട്. അവരുടെ സന്തോഷം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമായിരിക്കരുത്, നിങ്ങളൊരു വിധത്തിലും സന്തോഷമായിരിക്കരുത്. നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ ശരിക്കും പറഞ്ഞ ഉറക്കം കെടുത്തുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അവരെത്രയൊക്കെ ശ്രമിച്ചാലും ഈശ്വരൻ്റെ മീൻസ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ട് അതൊന്നും ഒരിക്കലും മീൻസ് നടക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ നിങ്ങളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെപ്പോഴും ഈശ്വരന് ഗ്രാറ്റിറ്റ്യൂഡ് പേ ചെയ്യുന്നത് കൊണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്കും മീൻസ് സങ്കടങ്ങൾ വരുത്താറുണ്ട്, നിങ്ങളുടെ എനർജി അങ്ങനെയൊക്കെ ചിലപ്പോൾ വരുത്താറുണ്ട്. എങ്കിൽ പോലും അവരെ ഉദ്ദേശിക്കുന്ന അത്ര ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതം പോവാറില്ല. അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതേമാതിരി തന്നെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മീൻസ് ഈശ്വരൻ മീൻസ് ചില ക്ലാരിറ്റിയൊക്കെ തരാറുണ്ടല്ലോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമ്മൾക്ക് നോക്കാം. ആക്ച്വലി പേഷ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അത് നോക്കൂ, വേൾഡ് ഇതും ഫോർച്യൂണാണ് കാണിക്കുന്നത്, വേൾഡാണ്. എന്താണ് ബോട്ടം ഓഫ് ദ ലൈഫ് ഈസ് കോർണക്കോപ്പിയ. ആക്ച്വലി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സമാധാനത്തിന് വേണ്ടിയിട്ടും, അതേമാതിരി തന്നെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാറ്റിനും വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി മീൻസ് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. മീൻസ് അത് എപ്പോഴും അലൈനായിരിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് നിങ്ങളെപ്പോഴും സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട്. അതെ, അപ്പം ചിലവരുടെ കാര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കൊക്കെ ടൂർ പോകുന്നത് മാതിരിയായിട്ടാണ് കാണുന്നത്. അതും നിങ്ങൾ ഫാമിലി ആയിട്ട് ടൂർ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിനും ചിലവരൊക്കെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഒക്കെ വരുത്തുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ വിചാരിച്ച മാതിരിയ കാര്യങ്ങൾ നടക്കുള്ളൂ. നിങ്ങൾ കുറച്ച് പേഷ്യൻസ് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ പേഷ്യൻസ് വെച്ചാലേ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷേ നിങ്ങൾ പേഷ്യൻസ് വെക്കുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയാലും നിങ്ങളുടെ പേഷ്യൻസും നിങ്ങളുടെ അറിവും കഴിവും അതേമാതിരി തന്നെ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഓരോരോ മീൻസ് ഐഡിയ അതൊന്നും മറ്റുള്ളവർക്ക് അത്ര മീൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ആ പേഷ്യൻസും അതേമാതിരി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നിൽ പോകാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കലയാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അങ്ങനെയൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് ശരിക്കും ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയുന്നില്ല എന്നാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു മീൻസ് സംഭവം. മീൻസ് അത് ആരാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലത്തിന് നിങ്ങൾ വിചാരിക്കുന്ന ഇതൊരു പ്രോബ്ലമാണ്, പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ
എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രമേ ആ പ്രോബ്ലം നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാതെയാവുള്ളൂ. അപ്പോൾ ചിലവരെന്താണെന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ അങ്ങനെ അയ്യോ എനിക്ക് പ്രോബ്ലമാണ്, അതുകൊണ്ട് ഇനി എനിക്ക് ഇതിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ പ്രോബ്ലം ഒരു പ്രോബ്ലമായി കണ്ടിട്ട് അതിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ കംഫർട്ട് സോൺ ആവും. പക്ഷേ നിങ്ങളങ്ങനെയല്ല. നിങ്ങൾ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷൻ കണ്ടെത്തുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മീൻസ് ഒരു വാസ്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അബിലിറ്റി ഉണ്ടല്ലോ, ഒരു സ്കില്ലുണ്ടല്ലോ. ആ സ്കില്ല് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഈശ്വരൻ തന്നെ തരുന്ന ഒരു മീൻസ് ഒരു സപ്പോർട്ടാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സൊല്യൂഷൻ നിങ്ങളുടെ അടുത്തുണ്ടാവും. ആ സൊല്യൂഷൻ നിങ്ങളെ എപ്പോഴും ഒരു പേഷ്യൻസോടെ കൂടെയാണ് നിങ്ങൾ ആ സൊല്യൂഷൻസൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഒരു പ്രോബ്ലമായിട്ട് തോന്നാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മീൻസ് ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ സ്ട്രഗിൾ വന്നാലും നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടാറുണ്ട്. അഥവാ അങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലും മറ്റുള്ളവരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരുടെ കൺട്രോളിൽ വെക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താറുണ്ട്. ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ആ ഒരു കഴിവുണ്ടല്ലോ, ആ കഴിവിനെയാണ് എല്ലാവരും അസൂയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പോർട്ടലിലും അതാണ് കാണുന്നത്. മീൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട്, യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ജെന്യുവനായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്ക് നിരാശകൾ ഉണ്ടാവാറുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു വാരിയറാണ്. ശരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ വന്നാലും നിങ്ങൾ അതിനെ മറികടക്കുന്ന ഒരു എനർജി അത് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിങ്ങളുടെ മൈൻഡിലുമുണ്ട്. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ കൊണ്ട് നടക്കാൻ നോക്കണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഇത്. ആക്ച്വലി നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആവണു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രോബ്ലംസ് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും മീൻസ് ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സോൾ ഇതുണ്ടല്ലോ, നിങ്ങളുടെ ആത്മാവുണ്ടല്ലോ, നിങ്ങളുടെ ആത്മാവ് എപ്പോഴും മീൻസ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ആത്മാവാണ്. മീൻസ് നിങ്ങളെല്ലാറ്റിലും ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. നിങ്ങളെപ്പോഴും എന്ത് വന്നാലും അതിനെ എങ്ങനെ മറികടക്കണം. ഇപ്പം നല്ലതാണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സിറ്റുവേഷൻസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും ശരി, അതിനെ മനസ്സിലാക്കാൻ പേഷ്യൻസ് വേണം. അല്ലെങ്കിൽ നമ്മൾക്ക് പേഷ്യൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ഒരു മീൻസ് സ്ട്രഗിൾ ചെയ്യുക എന്നല്ല, മീൻസ് നമ്മളും അതിനെ മീൻസ് ദുഃഖത്തിലാവും, നമ്മളുടെ സറൗണ്ടിങ്ങിനെയും നമ്മൾ ദുഃഖത്തിലാക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാറില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അതാണ് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിനെയും നമ്മളുടെ മനസ്സിനെയും എല്ലാം കൊണ്ടും നമ്മൾ ആ മീൻസ് പ്രോബ്ലത്തിനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കഴിവുണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കരമാണ്. പിന്നെ അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതാവണമെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോഴും ഈശ്വരനിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെപ്പോഴും ഈശ്വരനോട് നന്ദി പറയുന്ന ആൾക്കാരായിട്ട്, അതേമാതിരി തന്നെ എന്ത് വന്നാലും എന്ത് സിറ്റുവേഷൻ വന്നാലും അതിന് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എപ്പോഴും ഈശ്വരൻ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ എന്നും ആ പ്രോബ്ലമോ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ ഇപ്പോൾ ഒരു പ്രോബ്ലമായിട്ട് നിങ്ങൾ കാണുന്നില്ല. അതാണ് നിങ്ങളുടെ കഴിവ്. അപ്പം എന്ത് വന്നാലും
ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എപ്പോഴും നല്ലത് വരുമ്പോഴും നിങ്ങൾ ഈശ്വരനിൽ മീൻസ് ഈശ്വരനെ വിചാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ വലിയ കാര്യങ്ങളായാലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശ്വരൻ നിങ്ങൾക്ക് താങ്ങായി നിൽക്കാറുള്ളത്. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. മീൻസ് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈശ്വര വിശ്വാസിയായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും എല്ലാ സമയത്തും നിങ്ങൾ നല്ലതിനും അതല്ലെങ്കിൽ കെട്ടതിനും മീൻസ് എന്ത് സിറ്റുവേഷൻ വന്നാലും ഈശ്വരനെ കൈവിടാത്ത ഒരു പേഴ്സൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഈശ്വരൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം എപ്പോഴും ഒരു മീൻസ് ഒരു പോസിറ്റീവ്, മറ്റുള്ളവർ കാണുമ്പോൾ ഉണ്ടാവാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു ശാന്തമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു പോകുന്നത്, അതെന്നും നിങ്ങൾക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഈശ്വരനോട് മീൻസ് നന്ദി പറയാറുണ്ട്. ഇനിയും നിങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇത് ഒരു ചെറിയ റീഡിംഗ് ആണ്, ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ ആർക്കൊക്കെ റെസണേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.